പുട്ടുപൊടി ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കിട്ടോ, ഏത് കുട്ടികൾക്കും ഇഷ്ടപ്പെടും. അതിനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഒരു നേന്ത്രപ്പഴം കട്ട് ചെയ്തിട്ട് കൊടുക്കാം. 1/2 കപ്പ് ശർക്കര വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചെടുക്കാം. ഇനി ഒരു പാനിലേക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് തന്നെ തിളപ്പിച്ചെടുക്കാം. ഒരു പിഞ്ച് ഉപ്പും 1/4 കപ്പ് ചെറിയ തേങ്ങയും 1/2 ടീസ്പൂൺ ചെറിയ ജീരകവും 1 സ്പൂണ് നെയ്യും കൂടെ ചേർത്തിട്ട് വെള്ളം നന്നായിട്ട് തന്നെ തിളച്ച് വന്നതിന് ശേഷം ഇതിലോട്ട് നമുക്ക് 1 കപ്പ് പുട്ടുപൊടിയും കൂടെ ചേർത്തെടുക്കാം. അരച്ചെടുത്ത നേന്ത്രപ്പഴത്തിൻ്റെ കൂട്ട് ഇതിലോട്ട് ഒഴിച്ചെടുക്കാം. ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വാട്ടിയെടുക്കാം. ചൂടാറി വരുന്നത് വരെ ഇതൊന്ന് മൂടി വെക്കാം. ചൂടാറി വന്ന ശേഷം ഇതുപോലെ ഓരോ ബോൾസാക്കി എടുക്കാം. എന്നിട്ട് 10 മിനിറ്റ് ആവിയിലൊന്ന് കുക്ക് ചെയ്തെടുക്കാം. മറ്റൊരു പാനിലേക്ക് 1/2 കപ്പ് ശർക്കര വെള്ളം ഒഴിച്ചെടുക്കാം. 1 സ്പൂൺ നെയ്യും കുറച്ച് ഏലക്ക പൊടിച്ചു കൂടെ ചേർത്തെടുക്കാം. 1/2 കപ്പ് ചെറിയ തേങ്ങയും കൂടെ ചേർത്ത് ഇതിലോട്ട് ഇട്ടെടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ട് തന്നെ ഒന്ന് വറ്റിച്ചെടുക്കുക. നല്ല അടിപൊളി ടേസ്റ്റ് ആട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ.